ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ VK. ക്രിസ്മസ് എക്സാമിലേക്കുള്ള പഠനത്തിന്റെ അവസാന ലാപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സോ നാളത്തെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട SE ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാർ ഇന്ന് ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. സോ എൻ്റെ മക്കളോട് എനിക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ചോദ്യത്തിലോട്ട് പോവാം. സോ what is supervision? Examine any 6 multiple roles performed by a supervisor. എന്താണ് സൂപ്പർവിഷൻ അല്ലെങ്കിൽ സൂപ്പർവൈസറുടെ റോളുകൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. സോ അത് എക്സ്പ്ലെയിൻ ചെയ്യുക. മെയിൻറ്റെയിൻസ് ഡേ ടു ഡേ കോൺടാക്ട്, then act as a link between workers and management, maintains group unity, അതേപോലെ തന്നെ ensures performance of work, on the job training പ്രൊവൈഡ് ചെയ്യുന്നു, influence workers, provides feedback എന്നിങ്ങനെ ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുകളാണ് ഒരു സൂപ്പർവൈസർക്ക് ഉള്ളത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ദ നീഡ് ഹൈറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ ബൈ എബ്രഹാം മാസ്ലോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. ഒരു ഡയഗ്രത്തിന്റെ സഹായത്തോട് കൂടിയിട്ട് എബ്രഹാം മാസ്ലോ ഡെവലപ്പ് ചെയ്തിട്ടുള്ള നീഡ് ഹൈറാർക്കി തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഈ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് സാർ ഒരു കോഡൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ക്ലാസ്സുകളിൽ. SELL-SP എന്ന കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു നീഡ്സിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും, ഓർത്തെടുക്കാൻ വേണ്ടി പറ്റും. സോ ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു SE ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പ്രിപ്പയർ എ സെമിനാർ റിപ്പോർട്ട് ഓൺ ദ ടോപ്പിക് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ബാരിയേഴ്സ് എന്ത് ചെയ്യണമെന്നുണ്ട്, റിമൂവ് ചെയ്യണമെന്നുണ്ട്. സോ ഒരുപാട് ബാരിയേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ്റെ ഇടയിൽ വരുന്നുണ്ട്. സോ ലൈക്ക് സെമാൻറ്റിക് ബാരിയേഴ്സ്, സൈക്കോളജിക്കൽ ബാരിയേഴ്സ്, ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്, പേഴ്സണൽ ബാരിയേഴ്സ്. സോ എന്താണ് കമ്മ്യൂണിക്കേഷൻ എഴുതുക, എന്നിട്ട് ഇത് ഓരോന്നും എന്താക്കുക കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. 8 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പാരഗ്രാഫ് ക്വസ്റ്റൻ ആയിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. സെമാൻറ്റിക് ബാരിയർ എന്താണെന്ന് ഒരു പാരഗ്രാഫിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ദിസ് കോൺസെപ്റ്റ് റെഫേഴ്സ് എ മിക്സ് ബിറ്റ്വീൻ ഓണേഴ്സ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട് ഇൻ ദ ക്യാപിറ്റലൈസേഷൻ. ഒരു ഫേമിന്റെ ക്യാപിറ്റലിൽ ഓണേഴ്സ് ഫണ്ടിന്റെയും അല്ലെങ്കിൽ ബോറോഡ് ഫണ്ടിന്റെയും മിക്സിനെ അല്ലെങ്കിൽ കോമ്പിനേഷൻ എന്ത് വിളിക്കുന്നു, നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നു. ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് ലോങ് ടേം സോഴ്സ് ഓഫ് ഫണ്ട്സ് ഇൻ ദ ഫേംസ് ക്യാപിറ്റൽ. സോ ഇവിടെ ചോദ്യം ഇതാണ്, എക്സ്പ്ലെയിൻ ദ വേരിയസ് ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് ദ ചോയ്സ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഒരുപാട് ഫാക്ടേഴ്സ് എഫക്ട് ചെയ്യുന്നുണ്ട് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ, ലൈക്ക് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി, ക്യാഷ് ഫ്ലോ പൊസിഷൻ, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, അല്ലെങ്കിൽ കൺട്രോൾ, ഫ്ലോട്ടേഷൻ കോസ്റ്റ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഫ്ലെക്സിബിലിറ്റി, ടാക്സ് റേറ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. സോ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ദെൻ അടുത്ത ചോദ്യം എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് എഫക്ടിങ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? എന്താണ് ഈ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ? ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ കറണ്ട് അസറ്റ്, അല്ലെങ്കിൽ കറണ്ട് അസറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. സോ വർക്കിംഗ് ക്യാപിറ്റൽ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. നേച്ചർ ഓഫ് ബിസിനസ്, സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ, ഓപ്പറേറ്റിംഗ് സൈക്കിൾ തുടങ്ങി ഇൻഫ്ലേഷൻ വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും 8 പോയിന്റ്സ്, ഇവിടെ 8 എണ്ണമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞുള്ളത്. അപ്പോൾ ആദ്യം നിങ്ങൾ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അതിന് താഴെയാണ് ഈ പറയുന്ന ഫാക്ടേഴ്സ് നിങ്ങൾ ഓരോന്നും എഴുതിയിട്ട് വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം എക്സ്പ്ലെയിൻ എനി 4 ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ റിക്വയർമെന്റ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. ഇവിടെ ആദ്യം നിങ്ങൾ എഴുതേണ്ടത് നേരത്തെ വർക്കിംഗ് ക്യാപിറ്റൽ എഴുതിയ പോലെ തന്നെ ഇവിടെ ഫിക്സഡ് ക്യാപിറ്റൽ എന്താണെന്ന് എഴുതുക. ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഇൻ ഫിക്സഡ് അസറ്റ് ഫോർ ലോങ് ടേം, അല്ലെ ലോങ് ടേം പീരീഡിലേക്ക് ഫിക്സഡ് അസറ്റിന്റെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയാറുള്ളത്. സോ അത്തരത്തിലുള്ള ഫിക്സഡ് ക്യാപിറ്റലിനെ എഫക്ട് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. നേച്ചർ ഓഫ് ബിസിനസ്, സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ, ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ, ഗ്രോത്ത് പ്രോസ്പെക്ടസ് ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ എന്നിങ്ങനെ തുടങ്ങി 8 ഉണ്ട്. ഇവിടെ 4 പറഞ്ഞുള്ളൂ. അപ്പോൾ 4 പറയുമ്പോൾ ഓരോന്നും ഒരു 4 ലൈൻ അല്ലെങ്കിൽ 3 ലൈൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ എനി 8 എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റ് 2 തരത്തിലാണല്ലോ, ഇന്റേണൽ റിക്രൂട്ട്മെന്റ്, എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ്. അപ്പോൾ ഇവിടെ പറഞ്ഞുള്ളത് എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് സോഴ്സസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ഉണ്ട്, അതേപോലെ തന്നെ കാഷ്വൽ കോളേഴ്സ് ഉണ്ട്, ദെൻ അഡ്വർടൈസ്മെന്റ് ഉണ്ട്, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഉണ്ട്, പ്ലേസ്മെന്റ് ഏജൻസീസ് ആൻഡ് മാനേജ്മെന്റ് കൺസൾട്ടൻസ്, ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്, റെക്കമെൻഡേഷൻ ഓഫ് എംപ്ലോയീസ്, ലേബർ കോൺട്രാക്ടേഴ്സ്, അഡ്വർടൈസിംഗ് ഓൺ ടെലിവിഷൻ, വെബ് പബ്ലിഷിംഗ് എന്നിങ്ങനെ കുറച്ചധികം ഉണ്ട്. അപ്പോൾ ഒരു 8 എണ്ണം മിനിമം നിങ്ങൾ പഠിച്ചിട്ട് എന്താക്കണം, സെറ്റായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റാഫിംഗ് ഈസ് നോട്ട് എ സിമ്പിൾ പ്രോസസ്. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ് എന്നല്ല, ഒരുപാട് സ്റ്റേജസ് കടന്നു പോകേണ്ടതുണ്ട് അല്ലേ. ഒരാളെ നിയമിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റേജിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. സോ ഇറ്റ് ഇൻവോൾവ്സ് വേരിയസ് സ്റ്റെപ്സ്. എക്സ്പ്ലെയിൻ, അത് ഒരുപാട് സ്റ്റേജസ് ഉണ്ട്. സോ അത് ഏതൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. സാർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് സ്റ്റേജസ് ഉണ്ട്, നമുക്ക് അറിയാം അല്ലേ. അപ്പം ഒന്നാമത്തെ എസ്റ്റിമേറ്റ് മാൻ പവർ റിക്വയർമെന്റ്സ് ആണ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പ്ലേസ്മെന്റ് ആൻഡ് ഓറിയന്റേഷൻ, ദെൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, പെർഫോമൻസ് അപ്രൈസൽ, പ്രൊമോഷൻ ആൻഡ് കരിയർ പ്ലാനിങ് ആൻഡ് കോമ്പൻസേഷൻ എന്നിങ്ങനെ
ആ സ്റ്റാഫിങ്ങിന്റെ പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ടതാണ്, എസ് സിക്ക് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് സ്റ്റാഫിങ്ങിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കാം. ദെൻ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് റൈറ്റ് എനി 6 ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഫോർമൽ ഓർഗനൈസേഷൻ, ഇൻഫോർമൽ ഓർഗനൈസേഷൻ നമ്മൾ ഓർഗനൈസിംഗ് എന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എസ് സിക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമാണെന്നൊക്കെ പലതവണ പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലേ. സോ നമുക്കറിയാം ഇതേപോലെ ഒരു ബോക്സ് ഒക്കെ ആയിട്ടാണ് നിങ്ങൾ ഈ ഒരു ആൻസർ പ്രസന്റ് ചെയ്യേണ്ടത്. സോ ബേസിസ് എഴുതുക, ദെൻ ഫോർമൽ ഓർഗനൈസേഷൻ, ഇൻഫോർമൽ ഓർഗനൈസേഷൻ എഴുതുക. എന്നിട്ട് ഇത്രയും ബേസിസിൽ മീനിങ്, ഒറിജിൻ, അതോറിറ്റി, ബിഹേവിയർ, ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ, നാച്ചർ ആൻഡ് ലീഡർഷിപ്പ് എന്ന് എഴുതിയിട്ട് ഒരു 8 ഡിഫറൻസ്, കൃത്യമായിട്ടുള്ള 6 ഡിഫറൻസ് മിനിമം നിങ്ങൾ എഴുതി വെക്കുക. അപ്പോൾ ഇത് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാൻ, എസ് എ ടൈപ്പായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 8 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഗിവൺ ബൈ ഹെൻറി ഫയോൾ. ഹെൻറി ഫയോളിന്റെ പ്രിൻസിപ്പിൾ ഓർമ്മയില്ലേ? 14 പ്രിൻസിപ്പിൾ അല്ലേ? 14 പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൻറി ഫയോൾ ഓർമ്മയില്ലേ? സോ അത് കൃത്യമായിട്ട് നമ്മൾ ഓൾറെഡി ഓണം എക്സാമിന് പഠിച്ചു വെച്ചാണ്. സോ അത് ഒന്നും കൂടി എടുത്തുകൊണ്ട് പൊടി തട്ടി എടുക്കുക, അതൊന്നും കൂടി റിവൈസ് ചെയ്യുക. ഉറപ്പായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് ഓണം എക്സാമിന് ചോദിച്ചതല്ലേ, അപ്പോൾ ഈ ക്രിസ്മസ് എക്സാമിന് ചോദിക്കില്ല എന്ന് വിചാരിച്ച് അവിടെ വെക്കരുത്. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൻറി ഫയോൾ. അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടി നമ്മൾ കോഡൊക്കെ പഠിച്ചു വെച്ചതാണ് അല്ലേ. DAD എന്ന കോഡ് ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും സിമ്പിളായിട്ട് ഈ ഒരു പ്രിൻസിപ്പിൾസ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. സോ ഷുവർ ആണ്, ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് അത് പഠിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഇത്രയുമാണ് നാളത്തെ പരീക്ഷയ്ക്ക് എസ് എ ചോദ്യങ്ങളായിട്ട് വരാൻ സാധ്യതയുള്ളത്. സോ ഈ ചോദ്യങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ അടിപൊളിയായിട്ട് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ, ഫുൾ മാർക്ക് കിട്ടട്ടെ, A+ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.